വാസ്തുദോഷം ധനവും ഐശ്വര്യവും നശിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ, അതായത് നിങ്ങളുടെ വീട്, ചിലർ വീട് വസ്തുവൊക്കെ മേടിച്ച വീടൊക്കെ പണിത് കഴിയുമ്പോൾ ഒന്നും നോക്കാറില്ല. അവിടെ താമസം തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് കിണറുണ്ടെന്ന് വിചാരിക്കാം. തെക്ക് ഭാഗത്തുള്ള കിണർ വായുകോണിൻ്റെയും വടക്ക് ദിക്കിൻ്റെയും മധ്യഭാഗം ഉയർന്ന് അഗ്നികോണ്, തെക്ക് ദിക്ക് എന്നിവ താണുമിരിക്കുന്ന ഭൂമിയിൽ നിർമ്മിക്കുന്ന ഗ്രഹം വീട്, അവിടെ വസിക്കുന്നവർക്കാണെങ്കിൽ രോഗദുരിതങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. കിണർ, തെക്ക് ഭാഗത്തുള്ള കിണർ വായുകോണിൻ്റെയും വടക്ക് ദിക്കിൻ്റെയും മധ്യഭാഗം ഉയർന്ന് ഇരിക്കുന്ന സ്ഥലം, ആ ഭൂമിയിൽ പണിതുന്ന വീട്, ഇവർക്കൊക്കെ എന്നും വിട്ടുമാറാത്ത രോഗദുരിതങ്ങളായിരിക്കും. അപ്പോൾ വാസ്തുദോഷ പരിഹാരങ്ങൾ അതാണോ എന്ന് കണ്ടെത്തി മഹാവിഷ്ണുവിന് ധ്യാനമൂർത്തിയും പിന്നെ അതുപോലെ തന്നെ ധന്വന്തരമൂർത്തിക്കൊക്കെ വഴിപാടുകൾ നടത്തി ധന്വന്തര രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെ നിങ്ങൾ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറുന്നതാണ്. അതോടുപോലെ പ്രദോഷവ്രതം, നിരന്തരമായിട്ട് രോഗദുരിതങ്ങളുള്ളവർക്ക് ഞായറാഴ്ച വ്രതം, പ്രദോഷവ്രതം എല്ലാം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രോഗങ്ങളൊക്കെ മാറും. വ്രതമൊക്കെ ഏതാണ്ട് ഒരു 6 മാസക്കാലം പ്രദോഷവ്രതം നോക്കുകയാണെങ്കിൽ രോഗദുരിതങ്ങൾക്കൊക്കെ ശമനം വന്നു ചേരും. അത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിക്കുക. വാസ്തുവിൻ്റെ ദോഷം എന്താണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇതുകൂടെ ചെയ്യുകയാണെങ്കിൽ ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമായിരിക്കും.